ഗുഡ് മോർണിംഗ്. കുട്ടികളിലും മുതിർന്നവരിലും ഇപ്പോൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക എന്ന് പറയുന്നത്. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്ന് പറയുമ്പോൾ പലരും പേടിക്കാറുണ്ട്. അത് ക്യാൻസറിൻ്റെ തുടക്കമാണോ അതെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന്, എന്ത് ചെയ്യണം എന്നൊക്കെ ആദ്യമാണ് പലർക്കും ഉണ്ടാകുന്നത്. വളരെ കൊച്ചു കുട്ടികളിലാണെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ മൂക്കിനുള്ളിലേക്ക് എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ കടത്തി വിടുക, അല്ലെങ്കിൽ അവരുടെ തന്നെ കൈ ഉള്ളിലേക്ക് മൂക്കിനുള്ളിലേക്ക് കടത്തി നഖത്തിൽ നിന്ന് നഖം കൊണ്ട് അവിടെ പോറി ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുക എന്നുള്ളതാണ്. ലിറ്റിൽസ് ഏരിയയിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ രക്തധമനികൾ, മൂക്കിലെ രക്തധമനികളുണ്ട്. അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ അപകടങ്ങളൊക്കെ ഉണ്ടായി, ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായി, രക്തം വേണമെങ്കിൽ ധാരാളമായിട്ട് പുറത്തേക്ക് വരാം. അതുപോലെ തന്നെ അലർജി, സൈനസൈറ്റിസ്, മൂക്കിനകത്ത് എന്തെങ്കിലും ദശയുള്ളവർ, ഡീവേറ്റഡ് നേസൽ സെപ്റ്റം, അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലത്തിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിൽ രക്തസമ്മർദ്ദം വർദ്ധിച്ച് തലച്ചോറിനകത്ത് ബ്ലീഡിങ് ഉണ്ടായി മൂക്കിലൂടെ രക്തം വരാം, അല്ലാതെ രക്തസമ്മർദ്ദം കൂടിയിട്ട് തന്നെ മൂക്കിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടാകാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങളിലൊന്ന്. അതേപോലെ തന്നെ 1-2% ആളുകളിൽ മാത്രമാണ് ഈ ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് മൂക്കിലൂടെ ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ മൂക്കിൽ കൂടി വരുന്ന രക്തം വരുന്നതും ക്യാൻസറിൻ്റെ ഒരു കാരണമായിട്ടില്ല. 1-2% ആളുകളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കിൽ കൂടെ രക്തം വരാം. പ്രത്യേകിച്ച് ഡെങ്കു പോലെയുള്ള വൈറൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മൂക്കിൽ കൂടെ ബ്ലീഡിങ് പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറഞ്ഞിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹീമോഫീലിയ, അതായത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് മൂക്കിലൂടെ ബ്ലഡ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇഡിയോപതിക് ത്രോംബോസൈറ്റോപെനിക് പർപ്പൂറ എന്ന് പറയുന്ന കണ്ടീഷനിൽ മൂക്കിലൂടെ ബ്ലഡ് വരാം. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതമേൽക്കുകയാണെങ്കിൽ, തലച്ചോറിൽ ഏതെങ്കിലും ബോണുകൾക്കൊക്കെ ക്ഷതമേൽക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിലൂടെ ബ്ലഡ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മൂക്കിലൂടെ വരുന്ന രക്തം വന്നു കഴിഞ്ഞാൽ അത് പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടുകളിൽ നിർത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്, നമ്മളുടെ മൂക്കിൻ്റെ ഈ ഭാഗത്ത്, അതായത് മസിൽ മാത്രമായിട്ടുള്ള ഈ ഭാഗം നമ്മൾ ശക്തിയായിട്ട് അമർത്തി പിടിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് നേരം ശക്തിയായിട്ട് അമർത്തി പിടിക്കുക. ചെറിയ ഐസ് പാക്കുകളൊക്കെ വെച്ച് കൊടുത്ത് 20 മിനിറ്റ് നേരം ബ്ലീഡിങ് നമ്മൾ ശക്തിയായിട്ട് അമർത്തി പിടിച്ചിട്ട് പിന്നെയും ബ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. രക്തം മൂക്കിലൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയൊരു അസുഖമാണെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൂക്കിലൂടെ ബ്ലഡ് വരുന്നതിനെ പുറമോട്ട് ഇങ്ങനെ ആകുക, കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പകരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇത് പിടിച്ച് ശക്തിയായിട്ട് 20 മിനിറ്റ് നേരം പിടിക്കുക. നമ്മൾ പുറമോട്ടാവുകയോ കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രക്തം നമ്മളുടെ വായ്ക്കുള്ളിലൂടെ പോയി ശ്വാസകോശത്തിലേക്കോ വയറ്റിലേക്കോ ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ശ്വാസകോശത്തിലേക്ക് രക്തം പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലേക്കുള്ള അപകടത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി വേണ്ട ചികിത്സ ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.